ആ യെസ് യെസ് ബാറ്റിംഗ് തിരിച്ചു പിടിച്ചേ തിരി റൊട്ടേറ്റ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാണ് നമ്മൾ എടുക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട്. അപ്പം ഇനി കുറച്ചൊരു വർക്കൗട്ടിന് പോകുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ മേഡം ഇവിടെ കുറച്ച് നമുക്ക് ഇന്ന് എന്താ പറയും, ഇനി കഴിക്കാനായിട്ട് അപ്പവും ചമ്മന്തി തോരൻ. അപ്പം ഇത് ഉണ്ടാക്കി ഇതിന്റെ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടേ മേഡം ഇറങ്ങത്തുള്ളൂ. അപ്പൊ അതാകുമ്പോ വന്നതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കി പിന്നെ നമുക്ക് കുളിക്കണം. അപ്പൊ പിന്നെ സമയം അതിനനുസരിച്ച് പോകും. അതെ അതെ. അതിനേക്കാളും നമ്മൾ എണീക്കുമ്പോ തന്നെ എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. അതെ അതെ അതെ. ചൂടായിട്ട് അപ്പൊ നല്ല ദോശ നല്ല ചൂടായിട്ട് ഉണ്ടാക്കിയാൽ മതി. അതെ. അപ്പൊ അതിനുള്ള മാവ് അത് സെറ്റ് ആയിട്ടുണ്ട്. സോഡാപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടു പേർക്ക് കഴിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്. നമുക്ക് കറി കൂടുതൽ വേണം അല്ലേ? വലിയ കറി ഇല്ലല്ലോ. ഇപ്പം കിട്ടുന്ന അത്രയും ചെറിയ തേങ്ങാണ്. പിന്നെ നമ്മള് ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പൊ ഇന്നലെ രാത്രി തന്നെ സർഫ് ഇട്ട് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് പോകും. ഇനി ഇത് കഴിച്ചാണ് നമുക്ക് നടക്കാനായിട്ട് പോവാം. നടക്കും അല്ലെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കും. ഡെയിലി കളിക്കാനെന്ന് പറഞ്ഞോടാ, പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. തലേന്ന് ബദാം ഇടാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഇപ്പം എടുത്ത് വെച്ചേക്കാണ്. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പം ഇത് ഓക്കെ ആയിട്ടിരിക്കും. തൊലി കളയാനായിട്ട് നമ്മള് വർക്കൗട്ടിനോട്ടൊന്ന് പോവാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വർക്കൗട്ടിനുള്ള സാധന സാമഗ്രി. ഇതാണ് ഐറ്റങ്ങള്. എടുത്തോ. ഇതവിടെ ചെന്നിട്ട് ക്ലിയർ ആയിട്ടാണ്. സ്റ്റമ്പൊക്കെയാണ്. സ്റ്റമ്പ്, അപ്പൊ കേസ് നമുക്ക് ഇവിടെ തന്നെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഒരു ഇൻബിൽഡ് ടർഫൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ തന്നെ ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മളിത് മാക്സിമം ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ടർഫ്. ഇത് നമ്മുടെ ഫ്ലാറ്റിന്റെ 5th ഫ്ലോറാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ എക്സസൈസും എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഏരിയയും കൂടെ ഉണ്ട്. ഇവിടെ നടക്കാൻ പറ്റും. പിന്നെ യോഗ മെഡിറ്റേഷനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ജിമ്മൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് പുതിയൊരു ഫ്ലാറ്റാണ്. അപ്പൊ ജിമ്മൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് അല്ലേ? ഇതൊക്കെ ചെയ്യാനായിട്ടൊരു നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ നമുക്ക് ഞാൻ നടക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചേട്ടനോട് ഉണ്ട്. നടക്കാനുള്ള വാക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമാണ് കേട്ടോ. ഈ ഒരു ടർഫിന് ചുറ്റും നമ്മൾ നടന്ന് ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ കവർ ചെയ്യും. ഇത്രേ ഉള്ളൂ ഇവിടെ. ഇത് കൂടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നടക്കാം. അപ്പം എന്നാ തുടങ്ങാം നമുക്ക്. എന്നാൽ നമുക്കൊരു റൗണ്ട് നടന്നിട്ട്
ഇവിടെ നടക്കാനായിട്ട് നല്ല രസമാണ്. കുറേ ബിൽഡിങ്ങുകൾ അടുത്തടുത്തായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 5th ഫ്ലോറിൽ നിന്ന് കാണാനായിട്ടൊരു നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നതേ ഉള്ളൂ. ഡെയിലി ക്ലീൻ ചെയ്യും, പക്ഷേ ഇപ്പം വന്നതേ ഉള്ളൂ. മിക്കവാറും നമുക്കിപ്പം കളിക്കാനായിട്ട് പറ്റില്ല. ആൻറ്റി ക്ലീൻ ചെയ്തിട്ട് ഇന്നലെ ക്ലീൻ ചെയ്തില്ലായിരുന്നല്ലോ. ചില ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു പുറത്തൊരു വ്യൂ എന്ന് പറയുന്നത്. സൂര്യൻ ഉദിച്ച് അതെ വരുന്നത് അതെ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേസ്. പുതിയൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നേ താമസിച്ചിരുന്ന അതെ അതെ, അങ്ങ് ലോങ്ങിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ താമസിച്ചിരുന്ന ബിൽഡിംഗ് ആണ് കേസ്. ഉണ്ടോ കേസ്, നമ്മള് 19th ഫ്ലോറിലാണുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ഫ്ലാറ്റ് പോകുന്നതാണ്. ഇപ്പോൾ മാഡത്തിന് കുറച്ച് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട് കേസ്. കാരണം ഇപ്പോൾ ഡിസംബർ ആണല്ലോ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് റൂറൽ ഏരിയകളിൽ മാത്രമേ നല്ല തണുപ്പുള്ളൂ. ബാക്കി നമ്മുടെ സിറ്റിയിലൊന്നും അത്രയും നല്ല തണുപ്പുണ്ടല്ലോ. പക്ഷെ ഇവിടെ സിറ്റിയിൽ നല്ല തണുപ്പാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് ക്ലീനിങ് സ്റ്റാഫ് നമ്മുടെ ടർഫ് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം അതുവരെ നമ്മളൊന്ന് എന്തിനും ദുസ്റ്റാണ് നമുക്ക്. രാവിലെ ഉറക്കണീറ്റ് വരുമ്പോഴേ പക്ഷെ ഇവിടെ ആളുണ്ട്, നല്ല ആളുണ്ട്. ഇന്ന് ഇത്തിരി താമസിച്ചത് കൊണ്ടാണ്. ഇവിടെ ആളൊക്കെ നടക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ചിരി ഇന്ന് താമസിച്ചത് കൊണ്ട് എല്ലാരും ആൾക്കാരൊക്കെ രാവിലെ വന്നിട്ട് പോയി. നമ്മളൊക്കെ എനിക്ക് ഇന്നലെ കിടന്നപ്പോ ഞാൻ പറഞ്ഞ് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഇരുന്നു. പക്ഷെ പിന്നീടായപ്പം ത്രോട്ട് പെയിൻ വന്നു. അപ്പൊ പിന്നെ ചെയ്യാനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എടുക്കണ്ട, അല്ലെങ്കിൽ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച്, പിന്നെ കളിക്കണ്ടെന്ന് വിചാരിച്ച്, ജസ്റ്റ് നടക്കണ്ടെന്നൊക്കെ വിചാരിച്ച്. മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യില്ല, ഞാൻ ഇറങ്ങി. ഇന്നലെ ഞാൻ രാത്രി എണീറ്റ് പിന്നെ ഈ വിക്സൊക്കെ ഇട്ടപ്പോൾ ഇച്ചിരി ഒന്ന് രാത്രി എന്ന് പറയുന്നത് 12 നമ്മൾ കിടന്നവന്ന് അവിടെ അവിടെ ബോള് കാണിച്ചു കൊടുത്ത് വെറൈറ്റി ആയിട്ടുള്ളത്. യെസ്, ഇത് മാത്രമല്ല, യെസ് യെസ്, ബോള് നന്നായിട്ടില്ലേ കേസ്. ഓക്കെ, അത് അവിടെ കൊണ്ടുവച്ചിട്ട് ബേസ് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ബേസ് വീഴൂലേ. ഓക്കെ, അത്യാവശ്യം വലിയൊരു ടർഫ് തന്നെയാണ് ഇത്. നമുക്ക് അത്യാവശ്യം നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ടർഫാണ്. ഇവിടെ മുംബൈയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിയാണ് നമ്മുടെ കൂടുതലായിട്ടും എല്ലാവരും കളിക്കുക. അപ്പോൾ എല്ലാ ഫ്ലാറ്റിലും അത്യാവശ്യം ഈ ഒരു ഇൻബിൽഡ് ടർഫ് ഫെസിലിറ്റി ഉണ്ടാവും. യെസ്, ഇത്രയും ഗ്യാപ്പ് ഇടല്ലേ, അടുപ്പിച്ചു. എനിക്കിതിനെ ഓക്കെ, ഇനി ആ കല്ലെടുത്ത് ഇവിടെ വെച്ചേ. ഈ കല്ല് ഇതാണ് നമ്മുടെ റിയർ സ്റ്റമ്പ്. ഇത് നമ്മൾ ഏകദേശം ഒരു ഇവിടെ സെറ്റാക്കി വെക്കാം. ഓക്കെ, മാഡം ബാറ്റിങ് നോക്കിയോ? മാഡത്തിന് ഞാൻ ആദ്യം ബാറ്റിങ്ങിന് വിടുകയാണ് കേസ്. അത് ഞാൻ അറിയും. ബേസ് ആദ്യത്തെ ബോൾ ഞാൻ മാഡത്തിന് വേണ്ടിയിട്ട് എറിയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ മാഡം എങ്ങനെ നമുക്ക് ബാറ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ കേസ്, അപ്പം ഞാൻ ആദ്യത്തെ ബോൾ എറിയാൻ പോവുകയാണ്. മാഡം ഇതായത് ബാറ്റിങ്ങിനുണ്ട്. ബാറ്റ് എങ്ങനെ പിടിച്ചേക്കണം നോക്കട്ടെ. സ്റ്റമ്പ് കാണാൻ വയ്യ, കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി നിൽക്കണം. ബാറ്റ് തിരിക്ക്. ഓക്കെ, ഞാൻ ബാൾ എറിഞ്ഞു.
ഓ ഓക്കെ ഓക്കെ. അങ്ങനെ ആദ്യത്തെ ബോള് മേഡം നേരിട്ട് എത്തിക്കുകയാണ്. സ്പിൻ ബോളാണ് എറിയുന്നത്. രണ്ടാമത്തെ ബോൾ ഞാൻ മേഡത്തിന് എറിയാണ്. യെസ് യെസ്. വാ നേരെ എൻ്റെ കയ്യിൽ തന്നെ വന്നു കേസ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റമ്പ് കാണാൻ പറ്റുന്നില്ല മേഡം, സ്റ്റമ്പ് കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ. ആ യെസ് യെസ്. ബാറ്റിംഗ് തിരിച്ചു പിടിച്ചേ, തിരി റൊട്ടേറ്റ്. ആ അങ്ങനെ. യെസ് യെസ്. ഓക്കെ യെസ്. വോ യെസ്. ഓക്കെ. അടുത്ത ബോള്. ആ മേഡം അങ്ങനെ ഔട്ടായിരിക്കാണ്. നാലാമത്തെ ബോളിൽ തന്നെ മേഡത്തിന്റെ ബേസ് തെറിച്ച്. മേഡത്തിന്റെ ബേസ് തെറിച്ചിരിക്കുകയാണ്. ഇനി ഞാനാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മേഡം ഔട്ടായി. ഇനി എനിക്ക് അറിഞ്ഞാ. അപ്പൊ കേസ്, അപ്പൊ ഞാനിനി ബാറ്റിങ്ങിന് പോവുകയാണ്. മേഡം ഔട്ടായി. ഇനി മേഡത്തിന്റെ ബോളിംഗ് ആണ്. ആദ്യത്തെ അടി തന്നെ മേളത്തിന്റെ കയ്യിലോട്ടാണ് അടി പോയത്. പോട്ടെ സാധനങ്ങള്. നമുക്കിനി മേഡത്തിന്റെ ബൗളിംഗ് എങ്ങനെയാണെന്നൊന്ന് കാണാം. പിന്നെ ക്യാമറ പൊസിഷൻ ഒന്ന് മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ മേഡത്തിന്റെ ബൗളിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഇവിടെ വയ്ക്കുകയാണ്. യെസ്. മേഡം അങ്ങനെ എന്റെ കുറ്റി എറിഞ്ഞ് ഇട്ട് കേസ്. നല്ലൊരു ബോളിംഗ് ആണ് മേഡം ഇവിടെ കാഴ്ചവെച്ച്. അപ്പൊ നമുക്ക് മേഡത്തിന്റെ കുറ്റി ഇപ്പൊ തന്നെ എറിഞ്ഞിടാം. ആദ്യം തന്നെ ആദ്യത്തെ പോലെ തന്നെ ഔട്ടാകാം. പറ്റൂല. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തേക്കുള്ള മാച്ച് നിർത്തിയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വർക്കൗട്ട് ഇതോടുകൂടി കഴിഞ്ഞു. മേഡം നമ്മുടെ സ്റ്റമ്പും ബാറ്റൊക്കെ എടുത്ത് തിരിച്ച് വയ്ക്കാനുള്ള ഒരു പണിയിലാണ് കേസ്. ഓക്കെ,
നല്ല രസമുണ്ടായിരുന്നു. നമ്മള് ഇവിടെ നമ്മുടെ ഡ്രസ്സുകള് കുറച്ച് തോര ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കിട്ടി. ഇനി അടുത്തിടാണ്. നമ്മൾ ഇത് ഇവിടെ കിടന്നാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. ചെടി ഡെയിലി ഒഴിക്കാറില്ലല്ലോ, വല്ലപ്പോഴും മാത്രമേ. പിന്നെ നമ്മളെ കിച്ചണിൽ വേസ്റ്റ് വന്നാൽ അത്രയും കൂടെ ഞാൻ ഇതിനകത്തൊക്കെയാണ് ഇടാറുള്ളത്. അല്ലാതെ ഇവിടെ മണ്ണ് സ്ഥിരം അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന കാര്യമില്ല. നമ്മളെ തുളസി എന്തോ ഒരു സുഖമില്ലാതെ നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നല്ല കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കണം. എന്തൊക്കെയുണ്ട് ചെടികള്? ഇതൊക്കെ മണി പ്ലാന്റ് ആണ്. ഈ സൈഡിൽ ഇരിക്കുന്ന ഫുള്ള് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു റോസിന്റെ തൈ എനിക്ക് കിട്ടിയതാ, പക്ഷെ അത് നമുക്ക് പച്ച പിടിക്കണ്ട. പിന്നെ അലോവേര ഉണ്ട്. ഇത് നമ്മുടെ എന്റെ പേരെന്തോ ഇതാ പനിക്കൂർക്ക, മറ്റേ കടലാസ് ചെടി. കടലാസ് ചെടി, ബോഗൻ അങ്ങനെയുണ്ട്, ബോഗൻ. അപ്പൊ ഗൈസ് നമ്മള് ഫ്രഷ് ഒക്കെ ആയി. ഇനി നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? നല്ലോണം ബലം കഴിക്കും. ഉച്ചക്ക് ഉച്ചക്ക് നമ്മൾ പ്രോൺസ് ബിരിയാണിയാണ് പ്ലാൻ ചെയ്യുന്നത്. നോർമലി എനിക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ട്, പക്ഷെ ഇന്ന് പ്രോൺസ് ബിരിയാണി പ്രോൺസ് ബിരിയാണി ഇന്ന് ഇവിടെ ഉണ്ടാകും. ഇവിടത്തേക്കുള്ള ഷെഡ്യൂൾ ചെയ്തേക്കാണ്. അപ്പത്തിന്റെ മുള്ളായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ മേഡത്തിന് വർക്കിലോട്ട് പ്രവേശിക്കാനുള്ള ടൈമായി. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയല്ലേ? നമ്മള് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ കൺസ്യൂം ആയി പോയി. അപ്പൊ നോർമലി ലോഗിൻ ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. അല്ല, ഞാൻ ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്തു. ഓക്കെ. അപ്പൊ കുറച്ച് നമ്മുടെ മാഡം അപ്പോൾ ഇവിടെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശമൊക്കെ പരിപാടി കഴിയാറായി അല്ലേ? റൈസ് ആയിട്ടുണ്ട്. പ്രോൺസിന്റെ സ്റ്റാറ്റസ് എന്താ? പ്രോൺസ് കുറച്ചേ ഉള്ളൂ, ഒരു 3 എണ്ണം. പക്ഷെ ടൈഗർ പ്രോൺസ് ആണ്. ടൈഗർ പ്രോൺസ് ആണ് കിട്ടിയേക്കുന്നത്. ഇവിടെ മുംബൈയിൽ ഇഷ്ടംപോലെ പ്രോൺസ് ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ടുണ്ടായ പ്രോൺസ് ഇതാണ്. അങ്ങനെ എടുത്തുണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ ആള് അവിടെ നിന്ന് കഴിക്കാന്നല്ലേ വിചാരിച്ചു. അതെ, ഓഫീസിൽ നിന്ന് കഴിക്കാം എന്നായിരുന്നു എന്റെ ഒരു പ്ലാനിങ്. അപ്പം മാഡം ബിരിയാണി എന്ന് പറയുമ്പോ മനസ്സങ്ങോടെ നല്ലോണം ബിരിയാണി വെക്കും. സാലഡൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. സാലഡ് ഉണ്ടാക്കി. പിന്നെന്തോന്നു, ഇത് മുന്തിരി ഇടാനായിട്ട് വറുത്ത് വെച്ചു. പിന്നെ പപ്പടം വറുത്തു. കേരള പപ്പടം കിട്ടി. മാങ്ങ അച്ചാർ. എന്നെ പറ്റിച്ച മാങ്ങ അച്ചാർ. മാങ്ങ ഇന്നലെ വാങ്ങിയത് കുറച്ച് പഴുത്തു. അപ്പൊ അവിടെ ഞാൻ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ചെറിയൊരു ഇങ്ങനെ ഇവിടെ മാങ്ങ കിട്ടാൻ ഭയങ്കര പാടാണ്, താരുന്നത് പോലെ തോന്നിയായിരുന്നു. എവിടെ കണ്ടാലും നമ്മളങ്ങ് വാങ്ങി വയ്ക്കും. അപ്പൊ ഇവിടെ അച്ചാറിൽ ഏറ്റവും ഇഷ്ടം മാങ്ങയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എവിടെ കണ്ടാലും മേടിക്കുമായിരുന്നു. അങ്ങനെ ഇത് മേടിച്ചപ്പോ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത് താരുന്ന പഴുത്തതാണ്. അപ്പൊ അവരൊന്നും അല്ല, ഇത് വെയിലടിച്ചുകൊണ്ടായിരിക്കും
പഴുത്തതല്ല പച്ച തന്നെയാന്ന് ഇന്ന് വന്നതേ ഉള്ളൂ. അവരുടെയും കുറ്റമായിരിക്കില്ല അവര്. പക്ഷെ അന്ന് വരുന്ന സാധനങ്ങൾ അപ്പൊ തന്നെ തീരാറുണ്ട്. മാക്സിമം ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന സാധനങ്ങൾ അപ്പോഴും തന്നെ തീരാറുണ്ട്. ഈ ബ്രൊക്കോളി, മഷ്റൂം അതൊക്കെ ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരക്കകം തീരും. അപ്പൊ ഞാൻ പിന്നെ ഇത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച്. ഇന്നലെ പിന്നെ ഞാൻ പോയപ്പോ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് ഇങ്ങനെ പഴുത്തു പോയെന്ന്. അപ്പൊ ആള് വന്ന് അവരൊന്നും മിണ്ടിയില്ല. അപ്പൊ എന്നിട്ട് അവിടെ പുതിയതായിട്ട് ഇനി വരുമ്പോ നേരത്തെ വന്നാ മതി, നല്ലതെടുത്ത് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കാണ്. അപ്പൊ ഞാൻ ഏകദേശം 1 മണി കഴിഞ്ഞു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി വരുന്നല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. കാരണം പോവാറായി, റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. ഓഫീസിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ സമയം 2 മണിയാകാൻ പോകുന്നു. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. എനിക്ക് പോകാനുള്ള സമയമായി. അപ്പൊ മിസ് യു ഓൾ. മറ്റൊരു വീഡിയോയിൽ കാണാം.